ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതേ സൈസിനുള്ള നമ്മുടെ സ്റ്റാൻഡിങ് റോസിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സ്റ്റാൻഡിങ് റോസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. വലിയൊരു സ്റ്റെമ്മിലെ റോസ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, ബഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഒരു മരം നിൽക്കുന്നത് പോലെ, അതായത് നമ്മുടെ താഴെ നിന്ന് ഇങ്ങനെ ഇലകളൊന്നും ഇല്ലാതെ വന്നിട്ട് ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ട് ഇലകൾ പൂക്കളൊക്കെ വരുന്നതാണ് ഈ ഒരു സ്റ്റാൻഡിങ് റോസ് എന്ന് പറയുന്നത്. ഒരുപാട് കളേഴ്സിൽ നമുക്കിപ്പോൾ സ്റ്റാൻഡിങ് റോസ് അവൈലബിൾ ആണ് കേട്ടോ. അതെ, ഇത് വന്നിട്ട് ഡബിളായിട്ട് രണ്ട് ടൈപ്പ് പ്ലാന്റ്സ് ഇങ്ങനെ ബഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതായത് ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാവും, രണ്ട് ടൈപ്പ് ബഡ്ഡിങ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സെൻറ്റിമെൻ്റൽ റോസിൻ്റെ തന്നെ സ്റ്റാൻഡിങ് ആണ്. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. ഇതേ സൈസും ഉണ്ട് കേട്ടോ പ്ലാന്റ്സ് വന്നിട്ട്. സെൻറ്റിമെൻ്റലിൻ്റെ സ്റ്റാൻഡിങ് റോസ് ഉണ്ട്. അതുപോലെ തന്നെ മിനിയേച്ചർ മാർഗോ കോസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവും. ദ പ്ലാനിൻ്റെ സൈസാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല വലിപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്റ്റാൻഡിങ് റോസിൻ്റെ കളക്ഷൻസാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. ഒരുപാട് ഏകദേശം ഒരു 10 വെറൈറ്റീസ് സ്റ്റാൻഡിങ് റോസുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിലും നമുക്ക് എല്ലാ വെറൈറ്റീസും ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഇല്ല. ഒരു 3-4 പ്ലാന്റ്സ് വീതമൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ നമ്മൾ സ്റ്റാൻഡിങ് റോസിൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള പ്ലാന്റ്സും നമ്മൾ ഈ വരുന്ന വീക്കായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. കുറച്ച് പേര് നമുക്ക് ഓർഡേഴ്സ് നമുക്ക് വന്നപ്പോഴത്തേക്കും പ്ലാന്റ്സ് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ ഞാൻ നമ്മുടെ സ്റ്റാൻഡിങ് റോസിൻ്റെ ഫോട്ടോസൊക്കെ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഗല്ലിക്ക എന്ന് പറയുന്ന റോസ് വെറൈറ്റിയാണ്. മിനിയേച്ചറാണ്. നല്ല രസമാണ്. ഇങ്ങനെ കൊലകൊലയായിട്ട് നിറഞ്ഞിങ്ങനെ പൂക്കളുണ്ടാവുന്നൊരു ടൈപ്പാണ്. പിങ്ക് കമ്മൽ റോസും എന്നൊരു പേരൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അത് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഒരു പൂമരം എങ്ങനെയാണോ അതേ രീതിയിലായിരിക്കും ഈ ഒരു റോസ് എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് റോസ് ഫ്ലവറിങ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റോസ് റെയറാണ് കേട്ടോ. ഒരുപാട് അങ്ങനെ സ്ഥലങ്ങളിലൊന്നും ഈ ഒരു റോസ് പ്ലാന്റ്സ് ചെയ്യുന്നില്ല, സ്റ്റാൻഡിങ് റോസ് വെറൈറ്റീസ്. ഇത് വന്നിട്ട് ചന്ദ്രിക റോസാണ്. ചന്ദ്രിക റോസും കണ്ടില്ലേ, കൊലകുലിയായിട്ട് പൂക്കൾ ഉണ്ടാവുന്നൊരു ടൈപ്പാണ്. ആ പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ, അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് സൈസാണ്. അതെ, അതിൻ്റെ തന്നെ വേറൊരു പ്ലാന്റാണ് കേട്ടോ ഈ കാണിക്കുന്നത്, ചന്ദ്രിക റോസിൻ്റെ. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ചന്ദ്രിക റോസ്, ഗല്ലിക്ക റോസ്, അതുപോലെ തന്നെ നമ്മുടെ കമ്മൽ റോസ്, വൈറ്റ് കമ്മൽ റോസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഒരു റെഡ് കളറിൽ വരുന്നതാണ്. നല്ല ഭംഗിയാണ്. പൂക്കൾക്ക് അത്യാവശ്യം നല്ല വലിപ്പവും അതുപോലെ നല്ല സ്മെല്ലും ഉണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ. ഇതിൽ നിറയെ മൊട്ടുകളും നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് കമ്മൽ റോസാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. ഓറഞ്ച് ഷെയ്ഡും പിങ്ക് ഷെയ്ഡും വൈറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് കളർ കോമ്പിനേഷനിൽ വരുന്നുണ്ട്. ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു പീച്ച്, ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പീച്ച് ഷെയ്ഡിൽ ബിഗ് ഫ്ലവേഴ്സ് വരുന്നതാണ്. അതും നമുക്കൊരു 4-5 പ്ലാന്റ്സ് മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ ഫ്ലോറിബണ്ട, റിച്ച് റെഡ്, റൂബി റെഡ്, പിന്നെ ഈ ഒരു ഷെയ്ഡ് കണ്ടില്ലേ, നമ്മുടെ പിങ്ക് ബട്ടൺ റോസ്, യെല്ലോ മിനിയേച്ചർ റോസ്, ഓറഞ്ച് മിനിയേച്ചർ റോസ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. റെഡ് ബട്ടൺ റോസിൻ്റെത് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വാട്സപ്പിൽ ഇട്ട് തരാം. അപ്പോൾ വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ.